അച്ഛാ, കഞ്ഞി കുടിക്കാം. അയ്യോ, പ്ലേറ്റ് ഒന്നും എടുക്കണ്ട. തൽക്കാലം അച്ഛൻ ഇതെന്ന് തന്നെ കുടിച്ചേ. അച്ഛന് ഞാൻ എടുത്തു തരാം. അച്ഛൻ ഇതേ തന്നെ എടുത്ത് കുടിച്ചോ, കൈ വയ്യാത്തല്ലേ. ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണോ? ആ, ഇന്നമ്മ പ്രശ്നം ഒന്നും ഉണ്ടാക്കത്തില്ല. അച്ഛനമ്മയ്ക്ക് അനുകൂലമായിട്ട് പറഞ്ഞ ദിവസമല്ലേ. അച്ഛാ, സ്പൂണ് വെച്ച് കഞ്ഞി കുടിക്കാൻ പറ്റുമോ? നോക്കാം മോളെ, പറ്റുമായിരിക്കും. ഇന്ന് അത്താഴത്തിന് എല്ലാവർക്കും ചപ്പാത്തിയും കറിയായിരുന്നു. അച്ഛന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് ഓർത്ത് ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയതാ. നന്നായി മോളെ. 2 ദിവസത്തേക്ക് കയ്യിൽ ഇരവൊന്നും തട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ, അനുഭവിച്ചോ. സ്വന്തം ഇഷ്ടത്തിന് മരം വെട്ടാൻ പോയതല്ലേ. ഇതിന്റെ പേരാണ് അഹങ്കാരം. അഹങ്കാരമല്ല മോളെ, ചതി. ഞാൻ സുശീലയ്ക്ക് അനുകൂലമായി പറഞ്ഞ് മോളെ ചതിച്ചു. അതാ സത്യം. അച്ഛാ, സത്യം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ പലപ്പോഴും നടക്കുന്നത് ഇത് തന്നെയാ. കുറെ സമാധാനകാംക്ഷികൾ ചേർന്ന് ഒരു അക്രമകാരിയെ വളർത്തിക്കൊണ്ടിരിക്കുക. മോളെ പതുക്കെ പറ, ഇവിടെ ആരും കേൾക്കണ്ട. എനിക്കിപ്പോ വലിയ പേടിയൊന്നും ഇല്ല അച്ഛാ. നമ്മൾ ഒരാളെ ആവശ്യത്തിന് പേടിച്ചാ പോരെ. അച്ഛാ, ആരെങ്കിലും ഒരാളെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ തയ്യാറായെങ്കിൽ ഈ കുടുംബത്തിലെ നിയമങ്ങള് ഞാനൊന്ന് പൊളിച്ചെഴുതിയാണ്. അതിനുള്ള സമയം വരും. അതുവരെ മോളൊന്ന് ക്ഷമിക്കും. ഒരാൾക്ക് തന്നെ എല്ലാ കാലവും ഭരണത്തിലിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാലം മാറുമ്പോ ഭരണവും മാറും. അച്ഛാ, ഇവിടെ ആർക്കും ഭരണമൊന്നും വേണ്ടച്ചാ. ഭരിക്കുന്ന ആള് കുറച്ച് നീതി പുലർത്തിയാൽ മാത്രം മതി. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അനീതിക്കറിയാവുന്നത് ഞാനും ശ്യാമുവാ, ഇപ്പൊ അച്ഛനും. ശ്യാമിന്റെ കാര്യം ഞാൻ ഓർക്കാറുണ്ട്. നല്ല പയ്യനാ. അവനും ഒരു നല്ല നാൾ വരാതിരിക്കില്ല മോളെ. അച്ഛൻ കഴിക്കാം. ഇത് സ്വർണമാലയല്ലേ? ഇതാരുടെയാ? ശ്യാമേട്ടാ, ഇന്ദ്രേട്ടനും സത്യേട്ടനും കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാന്ന് പറഞ്ഞു. ശ്യാമേട്ടനെ എടുത്തു വെക്കട്ടെ? ആ, ഞാൻ അവരോടൊപ്പം കഴിച്ചോളാം. വിശപ്പായിട്ടില്ല. ആവില്ലല്ലോ. ഏട്ടന്മാരുമായിട്ടാണല്ലോ ഇപ്പൊ വലിയ കമ്പനി. നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന പതിവൊക്കെ തെറ്റി. അതിന് നീ ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചു സോനെ. ആ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. സോനെ, ഇത് ആരുടെ മാലയാ? അത് ശ്യാമേട്ടൻ കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. അല്ല, ഇത് ആര് മേടിച്ചതാ? ഇത് ശ്യാമമോൾക്കേ അവളുടെ അമ്മമ്മ മേടിച്ചു കൊടുത്ത. അമ്മാമ്മയോ? ഏതമ്മമ്മ? ശ്യാമമോൾക്ക് എത്ര അമ്മാമ്മമാരുണ്ട്? എന്റെ അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇത് അമ്മ കൊടുത്തതാണോ? ഇത് സ്വർണം തന്നെയാണല്ലോ അല്ലേ?
എന്ത് ശ്യാമേട്ടന് വല്ല സംശയമുണ്ടോ? അതെ, എന്റെ അമ്മ എന്റെ മോൾക്ക് മുക്കുപണ്ടൊന്നും മേടിച്ചു കൊടുക്കൂല. അല്ല അതല്ല സോനെ, സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ, ഇതിന് നല്ലൊരു തുകയായി കാണും. അല്ല അമ്മക്ക് ഇത്രയും പൈസ എവിടെന്നാ? ഉം, ആ, അത് പിന്നെ ആ മാലയ്ക്ക് എത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല ശ്യാമേട്ട. കാണാൻ നല്ല ചന്തമുണ്ടെങ്കിലും 3 ഗ്രാമാണെന്ന് അമ്മ പറഞ്ഞേ. എന്നാലും ഒരു 10,000-40,000 രൂപയെങ്കിലും ആയി കാണില്ലേ? അമ്മയുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു മോൾക്കൊരു മാല വാങ്ങിക്കൊടുക്കണമെന്ന്. അതിനുവേണ്ടി സ്വരുക്കൂട്ടി വെച്ച കാശൊക്കെ വെച്ച് വാങ്ങിച്ചതായിരിക്കും. നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നേ? കാര്യമുണ്ട് സോനെ. അമ്മ കുറച്ചു ദിവസം മുമ്പ് ട്രാവൽസിൽ വന്ന് എന്നോടും സത്യനോടും 50,000 രൂപ ചോദിച്ചിരുന്നു. ആർക്കാ എന്തിനായെന്നൊന്നും ചോദിച്ചിട്ട് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ 50,000 രൂപയുടെ ചെക്ക് കൊടുത്തു. പക്ഷേ അത് ആവശ്യം വന്നില്ലെന്ന് പറഞ്ഞ് അമ്മ തിരിച്ചു തരികയും ചെയ്തു. അല്ല 50,000 രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്ന ഒരാൾ അതും തീർത്ത് ഇത്രയും വിലയുള്ള സ്വർണ്ണമാല വാങ്ങിക്കുകയും ചെയ്തു. അതിന് മാത്രം കാശ് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും സോനെ? എവിടുന്ന് കിട്ടാൻ? അമ്മയ്ക്ക് വല്ല ലോട്ടറി അടിച്ചു കാണും, അല്ലാതെ എന്തു പറയാന്. ശ്യാമേട്ടത്തിക്ക് തന്നെ. ഇന്ദ്രേട്ടാ, എനിക്ക് തോന്നുന്നതേ അക്കൗണ്ട് വഴി മാറാനുള്ള ചെക്കായതുകൊണ്ടായിരിക്കും അമ്മ ആ ചെക്ക് തിരിച്ചേൽപ്പിച്ചതെന്നാ. അല്ലാതെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നാ ഞങ്ങളെ സഹായിക്കുമെന്നറിയാനുള്ള പരീക്ഷണമൊന്നും ആയിരുന്നില്ല. സത്യ, ചെക്ക് മാറുമ്പോൾ ആളെ തിരിച്ചറിയുന്നു കരുതി ആവശ്യം മാറ്റിവെക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് അത്യാവശ്യമുള്ളതാണെങ്കിൽ എന്ത് റിസ്ക് എടുത്തും അമ്മ ആ ചെക്ക് മാറിയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് വേറെ എവിടെന്നെങ്കിലും 50,000 രൂപ റെഡിയായി കാണണം. എന്തായാലും കൂട്ടുകെട്ടുകളൊന്നും അത്ര ക്ലിയർ അല്ല. എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. സത്യ, ആ ചെക്ക് തിരിച്ചു വന്ന് എന്തായിരിക്കും എന്നുള്ളതിന്റെ ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് സൂചന? അത് അമ്മയ്ക്ക് എവിടെന്നോ കാര്യമായിട്ട് ക്യാഷ് കടഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചെക്ക് തിരിച്ചു തന്നത് പോരാഞ്ഞ് ശ്യാമമോൾക്ക് അമ്മ 3 ഗ്രാമിന്റെ സ്വർണ്ണമാലയും സമ്മാനിച്ചിരിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് എങ്ങനെ പോയാലും ആ മാലയ്ക്ക് ഒരു 40,000 രൂപ വരും.